ചുരുണ്ട് കേറുന്ന. മനസ്സിലായില്ല? അവന്റെ ലൈംഗികാവ് ആര് പറഞ്ഞു? മുഹമ്മദ് നബി. പേടിക്കണേ, വളരെ പേടിക്കേണ്ട വിഷയം, വളരെ പേടിക്കണം, വളരെ പേടിക്കണം. അതിനൊക്കെ പലരും മറന്നു പോകുമ്പോ അടുത്ത തലമുറ എന്താകും? ദജ്ജാലിങ്ങൾ അധികരിക്കും നാട്ടിൽ എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ഒറ്റ മിനിറ്റ്. ആരെയും ലജ്ജിക്കണ്ട, നന്മയിൽ ലജ്ജല്ല, അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ലജ്ജ. അള്ളാഹു കാക്കട്ടെ. ഒരാൾ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുകയാണ്, ഫലം യുസമ്മി, ബിസ്മി ചെല്ലാൻ വിട്ടുപോയാൽ അവന്റെ ലൈംഗികാവയവത്തിന്റെ ഉള്ളിലേക്ക് പിശാച് കയറിക്കിടക്കും. എന്നിട്ട് ഇവനോട് കൂടെ ശൈത്താനും ശാരീരികമായി ആ പെണ്ണിനെ ബന്ധപ്പെടും. എന്നിട്ട് ഇവന് സ്കലിക്കുന്നതോടുകൂടെ ശൈത്താൻ സ്കലിക്കും. ആ സങ്കര സ്കലനത്തിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാവുക. ആര് പറഞ്ഞു? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസ. ശൈത്താനെ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും. അത് തടയാനൊരു മാർഗമാണ്, എല്ലാ ദിവസവും ഒരാൾ വീട്ടിൽ അൽ ബഖറ, ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം എന്നും ഊഴ നിശ്ചയിച്ചോളൂ. ഊഴ ഉദാഹരണം പറയാ, ഒരു വീട്ടിൽ 4-5-6 പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു ദിവസം അലക്കുന്നത് ഒരാൾ, അല്ലെങ്കിൽ 2 ആൾ, പിറ്റേ ദിവസം വേറെ 2 ആൾ. അങ്ങനെ ഇല്ലേ ഒന്ന് പറയും, നിങ്ങൾക്ക് അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കല്ലേ? അല്ലേ? ഒരു അലക്കുന്നതിന്, അടിച്ചു വാരുന്നതിന്, പാത്രം കഴുകുന്നതിന് ഉണ്ടല്ലോ. ഒരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും അൽ ബഖറ ഓടിയാൽ ശൈത്താനിയായ രോഗങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിക്കിട്ടും. എല്ലാ ദിവസവും വന്നാ പിന്നെ പോവാൻ ബുദ്ധിമുട്ടാ. നല്ലതെന്താ? വരാത്തടയാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? ബുഖാരി മുസ്ലിം. പഴയ കാലത്ത് ഇതൊക്കെ ഓടാൻ ആളെ ഏൽപ്പിച്ചിരുന്നു. നമ്മളെ നാട്ടിൽ ഓത്തുണ്ടായിരുന്നു, വീടുകളിൽ. ഇല്ലേ? അതൊക്കെ എടുത്തുപോയി അടുത്ത കാലത്ത്. വളരെ ചിന്തിക്കണം. നമ്മളതിന്റെ ഭൗതികമായ അർത്ഥങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുണ്ട്, അതാണ് ഇവിടെ 12 ദിവസം പറഞ്ഞത്. ഇന്ന് അതിന്റെ ഘടന ഒന്ന് പറയട്ടെ, അതും വെള്ളം പറയാ. 12 ദിവസം പറഞ്ഞത് അതിന്റെ ആശയങ്ങളാണ്. ഇന്ന് ആ വചനം അലിഫ് ലാം മീം എന്ന 3 അക്ഷരത്തിന് 30 കൂലിയാണെന്ന് മുഹമ്മദ് നബി. എന്താ അർത്ഥം? അർത്ഥം അറിയൂല. എന്താ അർത്ഥം? അർത്ഥം അറിയൂല. അല്ലാഹു അഅലം അർത്ഥമല്ല. അതെന്തിനും പറയാം. ഇന്ന് വൈകുന്നേരം വരുന്ന ഷാർജ ഫ്ലൈറ്റ് നേരം വൈകുമെന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി അല്ലാഹു അഅലം എന്നാണ്. ഇന്ന് പരശുരാം എക്സ്പ്രസ് 8:30 എത്തേണ്ടതായിരുന്നു, നേരം വൈകിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി അല്ലാഹു അഅലം എന്നാണ്. അത്രേ ഉള്ളൂ. അതെന്തിനും മറുപടി അല്ലാഹു അഅലം. ഇന്ന് വൈകുന്നേരം മഴ പെയ്യോ? അല്ലാഹു അഅലം. അലിഫ് ലാം മീം അല്ലാഹു അഅലം. അത് മറുപടിയല്ല, അത് തസ്ലീമും ബിൽ ജഹ്ല, തസമുല്ലുമും ബിൽ ജഹ്ല. അറിയില്ല എന്ന് അറിയിക്കലാണ് അല്ലാഹു അഅലം. ഇത്രയും അർത്ഥം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അഅലം. നമുക്കറിയില്ല. അതോടിയാൽ പോലും ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഖാല റസൂലുള്ളാഹി